ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ എവിടെ പോയിട്ട് വന്നപ്പോൾ നല്ല നാടൻ പാവയ്ക്ക മേടിച്ചോണ്ട് വന്നു. കുഞ്ഞു പാവയ്ക്കാണ്, സൂപ്പർ പാവയ്ക്ക വാങ്ങിച്ചോണ്ട് വന്നു. അപ്പം ഈ കുഞ്ഞു പാവയ്ക്ക കാണുമ്പോഴത്തേക്കും തന്നെ അമ്മ പണ്ട് എനിക്ക് ഇത് കട്ട് ചെയ്ത് അകത്ത് മസാല വെച്ച് ഫ്രൈ ചെയ്ത് തരായിരുന്നു. അപ്പൊ എനിക്ക് ബേസിക്കലി പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാവയ്ക്ക ആദ്യം നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് അതിന്റെ മുകളിലത്തെ തൊലി പിച്ചാത്തിക്ക് വേണമെങ്കിലും ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇതിലാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭർവ കരയില എന്ന് പറയും. ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന പാവയ്ക്ക ഒന്ന് ബോയിൽ ചെയ്യാണ്. ഒരുപാട് ബോയിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. മൈക്ക് വെക്കുമ്പോ അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു ടോൺ വ്യത്യാസം വരുന്നത്? കട്ട് ചെയ്ത് എനിക്കറിയാം, കട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്, ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ രണ്ടറ്റം കട്ട് ചെയ്യരുത്, നടുക്ക് മാത്രം സ്വല്പം കട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തെ ഈ കുരു എല്ലാം എടുക്കണം. കുരുവും കളയരുത്. പിന്നെ ഇത് ആവശ്യമുള്ളതാണ്. വേണമെങ്കിൽ ഇട്ടാ മതി, കുരു ആവശ്യമില്ലെങ്കിൽ ഇടണ്ട. ഇടുന്നത് നല്ലതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കുരു ആണെങ്കിൽ അതങ്ങ് ഇതൊക്കെ മാറ്റി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതാണ്, അറ്റം മുറിഞ്ഞ് പോയിട്ടില്ല, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് കടു വറുക്കുക. ഒഴിച്ചു, കുറച്ച് ജീരകം ഇട്ട്. ശരിക്കും ഇതിന്റെ അകത്തെ മസാല എന്ന് പറയുന്നത് മുഴുവൻ മല്ലി, പിന്നെ ഫെനൽ സീഡ്, പെരിഞ്ജീരകം, സാദാ ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. അതാണ് ഇതിനകത്ത് ഇടുന്നത്. ഇപ്പൊ എൻ്റെ കയ്യിൽ മല്ലിയില്ല, അതുകൊണ്ട് ഞാൻ ജീരകത്തിന് എണ്ണയിൽ പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും കൂടി ഇടുന്നു. ഇതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരണം, ഗോൾഡൻ ബ്രൗൺ. കുറച്ച് ഉപ്പ് ഇടുക. ഞാൻ ഇത് കുറച്ച് ഇത്തിരി ടൈം എടുക്കും. ഞാൻ വീണ്ടും രാവിലെ 6 മണിക്ക് ഇനിയിപ്പോ എനിക്ക് മനസ്സിലായി, അന്ന് നീ ഓഫീസില് എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വായു അടച്ചു മിണ്ടായിരുന്നു. ഇതാണ് കൊറിയൻ എന്തോ ഒരു ഡ്രസ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ എന്തോ ഓൺലൈൻ മേടിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 250 റുപ്പീസേ ഉള്ളൂ. അമ്മയ്ക്ക് മറ്റേ കുഴഞ്ഞ കപ്പയും മീൻകറിയാണ് ഇഷ്ടം. അപ്പൊ എന്നെ ട്രിക്ക് ചെയ്തിട്ട് എനിക്ക് ഇത് കഴിക്കാനായി തോന്നുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ വീണ്ടും ഞാൻ മീൻകറി ഉണ്ടാക്കി തരുന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുന്നില്ല. ആ കപ്പ അമ്മ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഞാൻ ഉണ്ടാക്കും. ഇപ്പൊ സവാള ഒരുമാതിരി ഗോൾഡൻ കളറായി. ഇനി ടൊമാറ്റോ ഇടുകയാണേ. മനഃപൂർവ്വം ചെയ്തല്ലേ കയ്പ്. പിന്നെ പാവയ്ക്കൊക്കെ കയ്പല്ലാതെ പലച്ചയ്ക്ക് പാവയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പാവയ്ക്കയുടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ തൊലിയും കുരു അത്രയും ഇടുകയാണേ. ഇതൊന്ന് ആവട്ടെ. ഇനി അടുത്ത കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയാവും. ഫില്ലിംഗ് റെഡിയാണ്. ഇതൊന്ന് തണുത്തോട്ടെ. നമ്മുടെ ഫില്ലിംഗ് റെഡി. സെയിം പാത്രത്തിൽ എണ്ണ ഒഴിക്കും. എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് എടുത്ത് അതിലോട്ട് വെക്കണം. ഇത് ഒരു നൂല് വെച്ച് കെട്ടുമായിരുന്നല്ലോ മുന്നേ അമ്മ. ഇത് വെണ്ടയ്ക്ക. പറയുന്നതെന്ന് വെച്ചാല് നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോ നല്ല മണം വരുന്നുണ്ടെന്ന് പറഞ്ഞാ നല്ല മണം എന്ന് പറഞ്ഞാൽ അത് മോശമായിപ്പോ ചീറ്റായിപ്പോ എന്നാണ് പറയുന്നത്. അതിന്റെ ലോജിക്ക് എനിക്ക് അറിയത്തില്ല. നല്ല മണം എന്ന് വെച്ചാൽ നല്ലതാണെന്നാണ്. കണ്ണ് കിട്ടും. ആകാൻ അമ്മ തീ കൂട്ടി വെച്ച് കരിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്.
നീ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഓ, നമ്മുടെ കയ്യിൽ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട്. ആ ഫില്ലിങ്ങും കൂടി ഇതിലോട്ട് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ച് അതിനെ ഇളക്കി 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 നമ്മുടെ പാവയ്ക്ക റെഡിയായി. നല്ലപോലെ ഫ്രൈ ആയാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ.